നിങ്ങളൊരു കൊച്ചിൻ കോർപ്പറേഷൻ ഓഫീസും തിരുവനന്തപുരം കോർപ്പറേഷൻ ഓഫീസും പോയി ഇറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് വ്യത്യാസം മനസ്സിലാവും. കൊച്ചിയിലെ താലൂക്ക് ഓഫീസും തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ പാലക്കാട്ടെയോ അല്ലെങ്കിൽ കണ്ണൂരിലോ താലൂക്ക് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും. ഇതേ ആൾ തന്നെയായിരിക്കും അവിടെ പോകുന്നത്. ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ അവർ ആ കൾച്ചറിൽ ബിഹേവ് ചെയ്യും. ഇത് ഞാൻ എൻ്റെ അനുഭവത്തിൽ എന്ന് പറയുന്നത്. കഴിഞ്ഞ 10 ഡിസ്ട്രിക്റ്റുകളിൽ പ്രോജക്റ്റ് നടക്കുന്ന ആൾക്കാരെയാണ്. അപ്പോൾ കൊച്ചി എന്ന് പറഞ്ഞാൽ കൊച്ചിക്കൊരു വ്യത്യാസമുണ്ട്. കൊച്ചിയിൽ ഇത്രത്തോളം ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ അങ്ങനെയെന്ന് അറിയില്ല. കൊച്ചിയിൽ വരുമ്പോൾ ഉദ്യോഗസ്ഥന്മാർ സ്വഭാവമാർ. കാരണം നാടോടുമ്പോൾ നടുവെന്ന് പറയില്ലേ. ഇവിടെ വരുമ്പോൾ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ ഒരു പോസിറ്റിവിറ്റി, ഇവിടെ വരുമ്പോൾ ഒരു ഉന്നമനം, ഇതൊക്കെ വരുന്ന സമയത്ത് അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാനായിട്ട് മാനസികമായിട്ട് ഇവരും തയ്യാറാവും. അപ്പോൾ കേരളത്തിൽ പണ്ടത്തെ കാലത്ത് എല്ലാം നെഗറ്റീവായിട്ട് ഒരു രീതിയിൽ സപ്പോർട്ട് ചെയ്യാത്ത, എല്ലാത്തിനെയും ഒരു നെഗറ്റീവ് കണ്ണോടുകൂടി കണ്ടിരുന്ന, കച്ചവടം കപടമാണെന്ന് പറഞ്ഞ് കണ്ടിരുന്ന ആൾക്കാരായിരുന്നു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന ഒരു ധാരണയുണ്ട്, അല്ലെങ്കിൽ ഒരു പരിസരം ശരിയുമായിരുന്നു. പക്ഷെ ഇന്ന് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ബിസിനസ്സും സംരംഭത്വവും എല്ലാം നാടിന് അവിഭാജ്യമായുള്ള കാര്യങ്ങളാണെന്നും മുഴുവൻ ആൾക്കാർക്കും ജോലി ചെയ്യാനായിട്ട് ഗവൺമെന്റ് സാധിക്കില്ല എന്നും 90% ആൾക്കാർക്കും ജോലി കൊടുക്കാനായിട്ട് പ്രൈവറ്റ് സെക്ടറിന് സാധിക്കുള്ളൂ എന്ന് 10% വരുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അവരുടെ സ്ഥാപനങ്ങളുടെ നിലനിൽപ്പ് പോലും ഇതിനെ ബേസ് ആയതുകൊണ്ട് അതൊരു പിന്തള്ളപ്പെടേണ്ടതല്ല, മറിച്ച് വളരെയധികം സപ്പോർട്ട് ചെയ്യപ്പെടേണ്ട സംവിധാനങ്ങളാണ് ആവശ്യമെന്നുള്ള മനസ്സിലാക്കിയിട്ടുള്ള തിരിച്ചറിവ് കൊച്ചിയിൽ പ്രകടമാണ്. കൊച്ചിയിൽ നിങ്ങൾക്കൊരു പ്ലാൻ പാസ്സാക്കാനോ അല്ലെങ്കിൽ ഗവൺമെന്റ് സപ്പോർട്ടിനോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്കോ വേണ്ടിയിട്ട് നിങ്ങൾ പോകുമ്പോൾ അതിനെ വളരെ പോസിറ്റിവിറ്റിയോടുകൂടി കാണുന്ന ആൾക്കാരെയാണ് ഞങ്ങൾ ഇവിടെ കണ്ടിരിക്കുന്നത്. കമ്പയർഡ് ടു അതർ ഡിസ്ട്രിക്ട്, കൊച്ചി ഈസ് മച്ച് ബെറ്റർ. കാരണം കൊച്ചിയിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് വളരെ ബെറ്റർ ആണ്. ഇന്ത്യയിലെ മൊത്തം ഡിസ്ട്രിക്റ്റിലെടുത്ത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഏറ്റവും നല്ല ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഉള്ള ഡിസ്ട്രിക്ട് ഏതാന്ന് ചോദിച്ചാൽ കൊച്ചി ആദ്യത്തെ 10 വരും. നമ്മൾ പറയും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കേരളം ഇങ്ങോട്ടുന്നില്ല. അത് കേരളമായിട്ട് നോക്കുമ്പോഴാണ് ഈ പ്രശ്നം. ലെറ്റ് us look at ഒരു പ്ലേസ് ലൈക്ക് കൊച്ചി, എറണാകുളം എടുത്തു നോക്കൂ. എറണാകുളം ഞാൻ എഴുതി വെച്ചുതരാം, ഇന്ത്യയിലെ 10 മികച്ച ഡിസ്ട്രിക്റ്റുകളിലൊന്നും കൊച്ചിയിൽ.